ഇന്ന് ഞാൻ ഈ വേദിയിൽ നിൽക്കുമ്പോൾ ഞാൻ ശരിക്കും വലിയൊരു ക്രിസ്മസ് സമ്മാനം കിട്ടിയൊരു സന്തോഷത്തിലാണ്. കാരണം എന്റെ വാർഡിലെ ഒരു ക്ഷേത്രമുണ്ട്, ഒരു ഭദ്രകാളി ക്ഷേത്രം. ആ ക്ഷേത്രത്തിലെ ഒരു വയസ്സായ പൂജാരിയും ഇദ്ദേഹത്തിന്റെ വൈഫുമാണ് നോക്കി നടത്തുന്നത്. കുറെ പുറമ്പോക്ക് സ്ഥലമുണ്ട് അവിടെ, ഏകദേശം ഒരു 10-30ഓളം സെന്റ് സ്ഥലം അതിന് പുറമ്പോക്കാണ്. ഇന്നലെ നമ്മുടെ തൊഴിലുറപ്പിന്റെ ആൾക്കാരെ വിട്ട് ക്ഷേത്രവും പരിസരവും വൃത്തിയാക്കിയപ്പോൾ തൊട്ടടുത്ത വീട്ടുകാരിവിടെ പരാതി വിളിച്ചു പറഞ്ഞു, ഒരു കളക്ട്രേറ്റിൽ പോവും, ശമ്പളം കൊടുപ്പിക്കില്ല, ക്ഷേത്രത്തിന്റെ പരിസരം പുറമ്പോക്ക് ഭൂമി വൃത്തിയാക്കുന്നു. അപ്പം നമ്മുടെ ഓവർസിയർ പണി നിർത്തിവെക്കാൻ പറഞ്ഞു, പണി നിർത്തിവെച്ചു. പക്ഷെ അതുമുതൽ മനസ്സിന് വല്ലാത്തൊരു വേദനയായിരുന്നു. ഞാൻ ഇന്നലെ വൈകുന്നേരം 4 മണിയായപ്പോൾ ആ സൈറ്റിലുള്ളവരെ വിളിച്ചു ചോദിച്ചു, എന്റെ കൂടെ എത്ര പേര് വരും? ഇന്ന് പണിയില്ല, ശമ്പളം കിട്ടില്ല, ഒന്നുമില്ല, പക്ഷെ എന്റെ കൂടെ എത്ര പേര് വരും? അവരെന്നെ വിളിച്ചിട്ടുണ്ടോ പറയും, മെമ്പർ ഉണ്ടെങ്കിൽ ഞങ്ങൾ കൂടെ ഉണ്ട്. രാവിലെ ഉറക്കം എണീറ്റ് പല്ലും തേച്ചിട്ട് ഞങ്ങൾ ആരും ഫുഡൊന്നും കഴിച്ചില്ല, നേരെ ആ ക്ഷേത്രത്തിൽ പോയി. 2.5 മണിക്കൂർ കൊണ്ട് എന്റെ ആൾക്കാർ എന്ന് വെച്ചാൽ നമുക്ക് അഭിമാനത്തോടു കൂടെ പറയാൻ പറ്റും, നമ്മുടെ തൊഴിലുറപ്പിന്റെ ആൾക്കാർ. എനിക്കൊന്ന് വിജിതയൊക്കെ ബസ്സിൽ പോയപ്പോ കണ്ടുകൊണ്ട് പോയി കാണും ഞങ്ങൾക്ക് അവിടെ പണി ചെയ്യുന്നത്. ആ ക്ഷേത്രവും പരിസരവും പരിശുദ്ധമാക്കാൻ പറ്റും. ഏറ്റവും വലിയൊരു ക്രിസ്മസ് സമ്മാനം എനിക്കിന്ന് കിട്ടിയത് എന്റെ ആൾക്കാരും തന്നതാണ്. ഏത് മതമായാലും അവിടെയാണ് ക്രിസ്തു പിറക്കുന്നത്. അവിടെ ഒരു ആരാധനയാലാണ്. അതിന്റെ പരിസരം വൃത്തിയാക്കാൻ സാധിച്ചപ്പോൾ ചില മനുഷ്യർക്ക് മതത്തിന്റെ പേരിലും രാഷ്ട്രീയത്തിന്റെ പേരിലും ഒക്കെ പലരെയും മാറ്റി നിർത്തുമ്പോൾ ഈ അപ്പനും അമ്മയും ഇന്നലെ രാത്രി ഭക്ഷണം കഴിച്ചിട്ടില്ല. അതാണ് ഏറ്റവും വലിയൊരു രസമായത്. ഞങ്ങൾ അവിടെ പോയി സംസാരിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് ഇന്നലെ ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് നൽകാൻ പറ്റുന്ന ക്രിസ്മസ് സന്ദേശം അല്ലെങ്കിൽ ക്രിസ്മസ് സമ്മാനം ഇത് തന്നെയാണ്. നമ്മുടെ മുന്നിലുള്ളവരുടെ വേദന തിരിച്ചറിയാനും അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. ഞാൻ മറ്റൊരു വലിയൊരു പ്രോജക്റ്റ് ആ ക്ഷേത്രത്തിന് കണക്കാക്കി ചെയ്യുന്നുണ്ട്. അത് നടപ്പിലാക്കിയതിനു ശേഷം അടുത്ത ഞാൻ ഓണത്തിന് അത് പറയും എന്താണെന്നാണ്. ആ ഒരു ആശയം മനസ്സിലിട്ടുകൊണ്ട് തന്നെയാണ് പോകുന്നത്. നമ്മുടെ ചുറ്റിലുമുള്ള ആരുമായിക്കോട്ടെ മുന്നിൽ കാണുന്നവരോട് ചിരിക്കാനും അവന് നൽകാവുന്ന ഒരു ആശ്വാസം പകരുന്നതിന് നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ. ഈ ക്രിസ്മസിന്റെ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. നന്ദി.